ഞങ്ങളിവിടെ സമരം ചെയ്തപ്പോൾ ഇവിടെ ചോദ്യോത്തര വേള നടക്കുന്നതിനിടയിൽ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന് മൈക്ക് കിട്ടി. സാർ, അദ്ദേഹം എത്ര മോശമായിട്ടാണ് ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെയാണോ നിങ്ങൾ നിയമസഭയിൽ പെരുമാറേണ്ടതെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെയാണോ നിങ്ങൾ നിയമസഭയിൽ പെരുമാറേണ്ടത് അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതെന്തൊരു അച്ചടക്കമില്ലായ്മയാണ്, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ഒരുപാട് പരിഹസിച്ചു. സാർ, അതിനുശേഷം അദ്ദേഹം, ഞങ്ങളുടെ പ്രിയങ്കരിയായ നേതാവാണ് സോണിയാഗാന്ധി, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ഞങ്ങൾക്കെല്ലാം മാതൃതുല്യാണ് സോണിയാഗാന്ധി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം, ഞങ്ങൾക്ക് മാതൃതുല്യാണ്, അമ്മയ്ക്ക് സമാനമാണ് ഞങ്ങളുടെ. സാർ, അവരോട് അവരുടെ വീട് റെയ്ഡ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ വീട്ടിൽ ആണ് ശബരിമലയിലെ മോഷ്ടിച്ച സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നൊരു മന്ത്രി ഈ നിയമസഭയിൽ പറയാൻ സാർ ഞങ്ങൾക്ക് വേദനയുണ്ടായി, ഞങ്ങൾക്ക് വിഷമമുണ്ടായി. സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെ കുറിച്ച്, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ പാവം സ്ത്രീയെക്കുറിച്ച് ഇത്രയും പ്രബുദ്ധമായ ഒരു നിയമസഭയിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു, എഴുതി മാറ്റിയില്ല, ഒരു നടപടി അങ്ങ് സ്വീകരിച്ചില്ല. സാർ, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾ അതിന് മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു, കുറച്ചുകൂടി കടന്നു പറഞ്ഞു. സത്യമാണ്, അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത പ്രസംഗം കേൾക്കും. അല്ല ഉണ്ടെങ്കിൽ ഞാൻ നടത്തിയ പ്രസംഗം ഞാൻ ഓൺ ചെയ്യുന്നു.